Good afternoon, all. Good afternoon, Miss. News എടുത്തൊന്ന് നോക്കിയോ എല്ലാവരും? ന്യൂസ് എന്നാ കഴിഞ്ഞ ഫ്രൈഡേ. ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആണല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ. അതിലെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് EPFS ആണല്ലേ എടുത്തത് അല്ലേ? ബാക്കി എടുക്കാം. Next, however, by the end of the year 1981, നമ്മ ആദ്യം പറഞ്ഞു അല്ലെ നമ്മുടെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് നിലവിൽ വന്നത് എന്നാണെന്ന് പറഞ്ഞു 1952 അല്ലെ. അപ്പൊ ഇത് നിലവിൽ വന്നപ്പോഴ് എത്ര ഇൻഡസ്ട്രീസ് ആണ് ഇതിൽ ഉൾക്കൊണ്ടത്? 6 അല്ലെ. 6 മേജർ ഇൻഡസ്ട്രീസ് ആണ് അല്ലെ 1952 നിലവിൽ വന്നപ്പോൾ 6 ഇൻഡസ്ട്രീസ് ആണ് ഇതിൽ ഉൾക്കൊണ്ടത്. അതില് പറയുന്നത് എന്താണ്? നോട്ട് എക്സീഡിങ് 300 അല്ലെ. ഒരു എംപ്ലോയീസിന്റെ എന്താണ് പേയ്മെന്റ് സാലറിയിൽ നിന്ന് എത്ര രൂപയാണ് അവര് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കൊടുക്കുന്നത്? നോട്ട് എക്സീഡിങ് 300, 300 രൂപയിൽ കൂടാതെ അല്ലെ കൂടുതലാവാതെയുള്ള ഒരു പേയ്മെന്റ് ആണ് നമ്മുടെ EPF-ലേക്ക് കൊടുക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ. However, by the end of the year 1981 അവസാനത്തില് with the modification during the intervening period അല്ലെ ഈ ഒരു പീരീഡിൽ അതിലെന്താണ് ഒരുപാട് മോഡിഫിക്കേഷൻസ് വന്നു. The act brought under its purview 172 industries or classes of establishment for the benefits of employees with pay not exceeding 1000 അല്ലെ. എത്രയാണ് നമുക്ക് അവിടെ 1952 6 മേജർ ഇൻഡസ്ട്രീസ് ആണെങ്കിൽ 1981 അവസാനമായപ്പോഴേക്കും എത്ര ഇൻഡസ്ട്രീസ് അതിലേക്ക് ഉൾക്കൊണ്ടു? 172 ഇൻഡസ്ട്രീസിലേക്കോ അല്ലെങ്കിൽ ക്ലാസ്സുകളിലേക്കോ ഇത് വ്യാപിച്ചു. കൂടാതെ എന്താണ് നമ്മുടെ മന്ത്ലി 300 എന്നുള്ളിടത്ത് ഇവിടെ എത്രയായി? 1000 ആയി അല്ലെ. ഇപ്പൊ നമുക്ക് 1952 ഒക്കെ കിട്ടിയിരുന്ന വേജസ് ആണോ ഇപ്പൊ കിട്ടുന്നത്? ആണോ? നമ്മുടെ ഓരോ സെക്ടേഴ്സിലും ഇൻഡസ്ട്രീസിലും ആണോ? അല്ല അല്ലെ. ഒരുപാട് ഇൻക്രിമെന്റുകൾ വന്നു അല്ലെ. സാലറിയിൽ ഒരുപാട് ഇൻക്രീസ് ചെയ്തു. അന്ന് 300 രൂപ അല്ലെങ്കിൽ അന്ന് 1000 രൂപ ഒരു മാസം സാലറി കിട്ടിയിരുന്നിടത്ത് ഇന്ന് 1000 രൂപ നമുക്ക് കിട്ടിയ എന്തെങ്കിലും ചില ഉണ്ടോ? എന്തെങ്കിലും എത്തോ നമുക്ക്? ഇല്ല അല്ലെ. ഇല്ല അല്ലെ. അപ്പൊ 1000 എന്നുള്ളടത്ത് 40,000, 50,000, 60,000 ഒക്കെയാണ് അല്ലെ സാലറി കിട്ടുന്നത് അല്ലേ. അപ്പൊ അന്ന് 1952 6 ഇൻഡസ്ട്രീസ് മാത്രമാണ് നമ്മുടെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിൽ ഉൾക്കൊണ്ടിരുന്നത്. പക്ഷെ 1981 അവസാനമായപ്പോഴേക്കും അതിൽ 172 ഇൻഡസ്ട്രീസ് ഉൾക്കൊള്ളുകയും കൂടാതെ 300 മാക്സിമം എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ഒരു എംപ്ലോയിന്റെ നമ്മുടെ എന്താണ് ബേസിക് പേയിൽ നിന്ന് അല്ലെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്നിടത്ത് ഇവിടെ എത്രയാണ് വന്നത്? 1000 രൂപയായിരിക്കും അവിടെ മാക്സിമം കട്ട് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് വന്നു അല്ലെ. മാറ്റങ്ങൾ വന്നു. നെക്സ്റ്റ് പറയുന്നത് Today, the Employee Provident Fund and Miscellaneous Provision Act provided for the establishment of Provident Fund, Family Pension Fund and Deposit Linked Insurance Fund
under this act 3 schemes have been launched and are operated. നമ്മുടെ എംപ്ലോയി പ്രൊവിഡന്റ് ടുഡേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താണ് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് മൈസലേനിയസ് പ്രൊവിഷൻ ആക്ടിന്റെ കീഴിൽ 3 സ്കീമുകളാണ് നിലവിലുള്ളത്. അതാണ് നെക്സ്റ്റ് പാരഗ്രാഫ് സെന്റൻസിൽ പറയുന്നത്. അണ്ടർ ദിസ് ആക്ട് 3 schemes have been launched and are operated. നമ്മുടെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് മൈസലേനിയസ് പ്രൊവിഷൻ ആക്ടിന്റെ കീഴിൽ 3 സ്കീമുകൾ നിലവിൽ വരികയും അത് ഓപ്പറേഷൻ നടത്തുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സ്കീമുകൾ ഏതൊക്കെയാണ്? ഫാമിലി പെൻഷൻ ഫണ്ട്, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട്, പിന്നെ എന്താണ് പ്രൊവിഡന്റ് ഫാമിലി പെൻഷൻ ഫണ്ട് ആൻഡ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഫണ്ട്. അങ്ങനെ 3 സ്കീമുകളാണ് നമ്മുടെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് മൈസലേനിയസ് പ്രൊവിഷൻ ആക്ടിന്റെ കീഴിലുള്ളത്. ഓക്കെയാണോ? അത്രയും ഓക്കെയാണോ? ബാക്കി എല്ലാവർക്കും എന്ന് വെച്ചാല് ആദ്യം മുതൽ ഒന്നുകൂടി പറയണം. ഓക്കെ, നമ്മുടെ 1952 നമ്മ പറഞ്ഞു അല്ലെ, ഫസ്റ്റ് എന്താണ് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് നിലവിൽ വന്നത് അല്ലെ. അപ്പൊ അന്ന് അത് തുടങ്ങിയപ്പോ എത്ര ഇൻഡസ്ട്രീസ് ആണ് അതിൽ ഉൾക്കൊണ്ടത്? 6 എണ്ണം അല്ലെ. മിസ് പറഞ്ഞില്ല അത് 6 എണ്ണം ഏതൊക്കെയാണെന്ന്? സിമെന്റ് ഇൻഡസ്ട്രീസ്, സിഗരറ്റ്സ്, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ അല്ലെ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സുകൾ, അയൺ ആൻഡ് സ്റ്റീല്, പിന്നെ എന്താണ് പേപ്പർ ആൻഡ് ടെക്സ്റ്റൈൽസ് അല്ലേ. ഈ 6 ഇൻഡസ്ട്രീസ് ആണ് ആ ഒരു പ്രൊവിഡന്റ് ഫണ്ടിൽ ആദ്യമായി ഉൾക്കൊണ്ടത്. എന്നിട്ട് പിന്നെ പറഞ്ഞത് എന്താ? നമ്മുടെ മാസം സാലറിയിൽ നിന്ന് എത്ര രൂപ വരെ ആയിരിക്കും കട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു? PF പോകുന്നത് 300 രൂപയിൽ കൂടാതെ അല്ലെ. ഓരോരുത്തരുടെ സാലറി അനുസരിച്ച് 300 രൂപയിൽ കൂടാതെയാണ് നമ്മുടെ ആ ഒരു പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി പോകുന്നത് അല്ലെ. അല്ലേ? ആണോ? ആണ്. പക്ഷെ എന്താണ് നമുക്കറിയാം ഓരോ നിയമങ്ങള് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് അല്ലെ നിയമം വരുന്നത് അല്ലെ. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്, സാഹചര്യം അനുസരിച്ചാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് 1952 പോലെയാണോ? പിന്നെ 1981 ആവുമ്പോഴേക്കും ഒരുപാട് വ്യത്യാസങ്ങൾ വരും. സാലറി ഇൻക്രിമെന്റ്സുകൾ വരും, നമ്മുടെ എന്താണ് ചെലവുകൾ കൂടും അല്ലേ. അപ്പൊ നമുക്ക് അന്ന് കിട്ടിയിരുന്ന സാലറി മാത്രം കിട്ടിയാൽ മതിയോ? അന്ന് 1000 രൂപ കിട്ടിയത് മാത്രം മതിയോ? ഇല്ല അല്ലെ. ഇൻക്രിമെന്റുകൾ വരും. പിന്നെന്താണ് കൂടാതെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഒക്കെ നിലവിൽ വരുമല്ലോ. അന്ന് 6 എണ്ണമുള്ളടുത്ത് എന്താണ് ഒരുപാട് ഇൻഡസ്ട്രീസ് വരും അല്ലെ. പുരോഗമനം ഓരോ വർഷം ചെല്ലും തോറും ഇല്ലേ. നിങ്ങൾ കാണുന്നില്ലേ? നമ്മ ഇന്ന് കാണുന്ന ഒരു രീതിയായിരിക്കും ഒരു 10 വർഷം കഴിയുമ്പോൾ ഇനി ഇവിടെ കാണാൻ പോകുന്ന സിറ്റുവേഷൻ ആണോ? അല്ല അല്ലേ. അപ്പൊ എന്താണ് 1952 അതിനുശേഷം 1981 ആയപ്പോഴേക്കും ഒരുപാട് ചേഞ്ചസ് വന്നു അല്ലെ. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്തു? നമ്മുടെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആക്ടിൽ ഒരുപാട് മോഡിഫിക്കേഷൻസ് നടത്തി. അന്ന് 6 ഇൻഡസ്ട്രീസ് ആണ് ഉൾക്കൊണ്ടതെങ്കിൽ 1981 ആയപ്പോഴേക്കും അതിൽ എത്ര ഇൻഡസ്ട്രീസ് ഉൾക്കൊണ്ടു? ഇൻക്ലൂഡ് ചെയ്തു 172 ഇൻഡസ്ട്രീസും ക്ലാസസും അതിന്റെ അണ്ടറിൽ വന്നു. ആ ഒരു പ്രൊവിഡന്റ് ആക്ടിന്റെ അണ്ടറിൽ വന്നു. കൂടാതെ നമ്മുടെ 300 രൂപ മാക്സിമം 300 രൂപ ആ ഒരു PF ഫണ്ടിലേക്ക് പോകുന്നത് എത്രയായി? 81 ആയപ്പോഴേക്കും 1000 രൂപ എന്നുള്ള രീതിയിലേക്ക് ചേഞ്ചസ് വന്നു. അത്രയൊക്കെയാണോ? പിന്നെ പറയുന്നത് ടുഡേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എങ്ങനെയാണ്? നമ്മുടെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് മൈസലേനിയസ് പ്രൊവിഷൻ ആക്ടിന്റെ കീഴിൽ 3 സ്കീമുകളാണ് നിലവിലുള്ളതും പ്രവർത്തിക്കുന്നതും. അതൊക്കെയാണോ? നമ്മ എന്താ പറഞ്ഞ 1981 1952 ഏത് ആക്ട് മാത്രമാണെന്ന് പറഞ്ഞു? എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് മാത്രമാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു ലൈവില് എത്ര സ്കീമുകൾ ഉണ്ടെന്ന്? ഈ ഒരു എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് മൈസലേനിയസ് പ്രൊവിഷൻ ആക്ടിന്റെ കീഴിൽ 3 സ്കീമുകൾ നിലവിലുണ്ട്. കൂടാതെ എന്താണ് പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? ഫാമിലി
പെൻഷൻ ഫണ്ട്. ഇപ്പൊ നമ്മ ഒരാള് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി പെൻഷനായി അവർക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഫാമിലീസിൽ എന്താണ് നോമിനി ഉണ്ടാവും അല്ലെ? ഭാര്യക്ക് വൈഫിന് ഇത് കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ടോ? ഇല്ലേ? വൈഫിന് പെൻഷൻ കിട്ടില്ലേ? കിട്ടുമോ? കിട്ടും അല്ലേ? അപ്പൊ എന്താണ് ഫാമിലി പെൻഷൻ ഫണ്ട് അല്ലെ? അങ്ങനെയുള്ള എത്ര ഫസ്റ്റത്തെ വരുന്നത് ഫാമിലി പെൻഷൻ ഫണ്ട്. രണ്ടാമത്തത് ഏതാണ്? ആൻഡ് ഡെപ്പോസിറ്റ്. ആദ്യത്തേത് പ്രൊവിഡന്റ് ഫണ്ട് കേട്ടോ. ഫസ്റ്റത്തത് പ്രൊവിഡന്റ് ഫണ്ട്, രണ്ടാമത്തത് ഫാമിലി പെൻഷൻ ഫണ്ട്, മൂന്നാമത്തെ പറയുന്നത് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട്. ഓക്കെ ആണോ? അത്രേ ഓക്കെ ആണോ? ഓരോന്നും പറയുന്നുണ്ട് കേട്ടോ. ഇനി ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് എന്താണെന്നൊക്കെ നെക്സ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് all these three schemes are administered by the Central Board of Trustees consisting of nominee of the central and state governments and organization or workers and employees. അല്ലെ? നമ്മിപ്പോ ഒരു സ്കീം തുടങ്ങാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ ഒരാളുണ്ടാവുമല്ലോ, ഭരണം നടത്താൻ, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇല്ലേ ഗവൺമെന്റിന്റെ അണ്ടറില് ഇല്ലേ? അപ്പൊ ഈ ഒരു എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് മിസലേനിയസ് പ്രൊവിഷൻ ആക്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസിന്റെ നോമിനി ആയിട്ട് വരുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റി ആണ് നമ്മുടെ ഈ ഒരു 3 സ്കീമുകളും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെയാണ്? അത് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഈ 3 സ്കീമുകളും അഡ്മിനിസ്ട്രേറ്റഡ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റി. നമ്മുടെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസിന്റെ നോമിനി ആയിട്ടുള്ള സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റി ആണ് നമ്മുടെ ഈ 3 സ്കീമുകളും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. അതിനുള്ള കാര്യങ്ങൾ അല്ലെ, പേപ്പർ വർക്കുകൾ, അതിനുള്ള ഫണ്ടുകൾ അലൗ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ആ ഒരു എന്താണ് കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക, എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റി ആണ്. ഓക്കെ ആണോ? സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റി CBT എന്ന് പറയും കേട്ടോ, നമ്മുടെ ഷോർട്ട് ഫോമില് CBT. നെക്സ്റ്റ് പറയുന്നത് there are various regional and sub-regional office for the administration of these schemes. അല്ലെ? നമുക്കറിയാം നമ്മുടെ ഈ ചുറ്റുപാടും ഈ PF നമുക്ക് അനുവദിച്ചു തരാനും അതിനുവേണ്ട പേപ്പർ വർക്ക്സുകളും കാര്യങ്ങളും ചെയ്തു തരാനായിട്ട് നമ്മുടെ റീജിയണൽ ആയിട്ടും സബ് റീജിയണൽ ആയിട്ട് ഓഫീസുകൾ ഉണ്ടല്ലോ. നമ്മൾ താമസിക്കുന്നതിന് ചുറ്റുപാട് തന്നെ പ്രാദേശികമായിട്ടുള്ളതും ഉപപ്രാദേശികമായിട്ടുള്ള ഒരുപാട് ഓഫീസുകൾ ഉണ്ടല്ലോ. അല്ലേ? റീജിയണൽ ഓഫീസുകളും അല്ലേ? ഉണ്ടോ? ആർക്കെങ്കിലും PF-ന് വേണ്ടി ആരെങ്കിലും അപേക്ഷ കൊടുക്കാൻ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ചില എന്താണ് ആളുകള് ഇല്ല അല്ലെ? ഓക്കെ. അപ്പൊ ഇതിനു വേണ്ടി ഇപ്പൊ ചിലവർ എന്ത് ചെയ്യും, ആ ഒരു കമ്പനിയിൽ പ്രവർത്തിച്ച് ഒരു കുറച്ച് നാള് കഴിയുമ്പോൾ അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ഇടും. അപ്പൊ അവർക്ക് അതുവരെയുള്ള PF ഫണ്ട് ഉണ്ടാവുമല്ലോ ഇല്ലേ? അവര് സാലറിന്ന് പിടിച്ചതും അല്ലേ PF ഫണ്ട് അവരെന്ത് ചെയ്യും, അത് വിത്ഡ്രോ ചെയ്യും. വിത്ഡ്രോ ചെയ്യുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ, പേപ്പർ വർക്ക്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അതെന്താണ്, അവര് ആ ചുറ്റുപാടും റീജിയണൽ ആയിട്ടും സബ് റീജിയണൽ ആയിട്ടും ഈ PF ഫണ്ട് നമുക്ക് അതിന്റെ കാര്യങ്ങൾക്ക് ചെയ്യുന്നതിന് വേണ്ട ഓഫീസുകളുണ്ട്. നെക്സ്റ്റ് പറയുന്നത് the CPF commissioner is the chief executive officer of the EPF organization officiating as secretary to the board. നമ്മുടെ CPF എന്ന് പറഞ്ഞത് സെൻട്രിബ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് കേട്ടോ. സെൻട്രിബ്യൂട്ടറി കോൺട്രിബ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്.
കോൺട്രിബ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്. ഇതെന്താണ് നമുക്ക് ഈ ഒരു ഇത് EPF ഓർഗനൈസേഷൻ ഓഫീസിയേറ്റിംഗ് എ സെക്രട്ടറി ടു ദി ബോർഡ് അല്ലെ. ഈ CPF കമ്മീഷണർ ബോർഡിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാ? ചുമതല വഹിക്കുന്നത് നമ്മുടെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഫണ്ട് ഓർഗനൈസേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും നമ്മുടെ CPFന്റെ സെക്രട്ടറി ടു ദി ബോർഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും. ഒന്നുകൂടെ മിസ് പറഞ്ഞുതരാം. നമ്മുടെ CPF അതായത് കോൺട്രിബ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിന്റെ കമ്മീഷണർ ബോർഡിന്റെ സെക്രട്ടറി ആയി ചുമതല വഹിക്കുന്നത് നമ്മുടെ EPFന്റെ അല്ലെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഓർഗനൈസേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. CPF കമ്മീഷണർ എന്താണ്? CPF കോൺട്രിബ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ ബോർഡിന്റെ സെക്രട്ടറി ഉണ്ടാവുമല്ലോ. ഏതൊരു കമ്മിറ്റി ആണെങ്കിലും അതിന് സെക്രട്ടറി പ്രസിഡന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത് ചുമതല വഹിക്കുന്നത് ആരാണ്? നമ്മുടെ EPFലെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും. ഓക്കെ ആയോ? ആദ്യം പറഞ്ഞത് ഇതെന്താണ്? ഈ നമ്മുടെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് മൈസെല്ലേനിയസ് പ്രൊവിഷൻ ആക്ടിന്റെ കീഴില് 3 സ്കീമുകളാണ് നിലവിലുള്ളതും പ്രവർത്തിക്കുന്നതും. പിന്നെന്താണ് ഈ ഒരു 3 സ്കീമുകളും എന്തിന്റെ അണ്ടറിലാണ് വരുന്നത്? നമ്മുടെ അഡ്മിനിസ്ട്രേറ്റഡ് ചെയ്യുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റി ആണ് അല്ലെ. എന്തിന്റെ നോമിനി ആയിട്ട് വരുന്നത്? നമ്മുടെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസിന്റെ നോമിനി ആയിട്ട് വരുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റി ആണ് ഈ 3 സ്കീമുകളും ഭരണം നടത്തുന്നത്, പ്രവർത്തിപ്പിക്കുന്നത്. പിന്നെ എന്താണ്? ഈ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എംപ്ലോയീസിന് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുപാട് തന്നെ റീജിയണൽ ആയിട്ടും സബ് റീജിയണൽ ആയിട്ടും ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പിന്നെ എന്താണ്? നമ്മുടെ കോൺട്രിബ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിന്റെ കമ്മീഷണർ ബോർഡിന്റെ സെക്രട്ടറിയായി ചുമതല വഹിക്കുന്നത് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഇതിന്റെ കീഴിൽ 3 സ്കീമുകൾ ഉണ്ടെന്ന. ഫസ്റ്റത്തെ ഫാമിലി പെൻഷൻ ഫണ്ട്, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഫണ്ട് അല്ലെ. എന്നാണ് നിലവിൽ വന്നത്? 1976 1976 ഈ ഒരു ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട് നിലവിൽ വന്നത്. ഫാമിലി പെൻഷൻ ഫണ്ട് വന്നത് 1971. Next നോക്കിയേ, deposit linked insurance. The employee deposit linked insurance scheme 1976 provides the following benefits. നമ്മുടെ employee deposit linked insurance താഴെ കാണുന്ന following benefits അല്ലേ, താഴെ കാണുന്ന ബെനിഫിറ്റ്സുകളാണ് നമ്മുടെ എംപ്ലോയീസിന് നൽകുന്നത്. അതിലെന്തൊക്കെയാണ്? ഓൺ ദി ഡെത്ത് ഓഫ് എൻ എംപ്ലോയി ഡ്യൂറിംഗ് ദ സർവീസ് അല്ലെ, നമ്മൾ കേൾക്കാറുണ്ട്. അവിടെ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് മരണം സംഭവിക്കാം അല്ലെ, കേട്ടിട്ടില്ലേ? ആ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് എന്തെങ്കിലും മരണങ്ങൾ, ആക്സിഡന്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ ഹു ഈസ് എ മെമ്പർ ഓഫ് ദി EPF, അവർ എന്ത് വേണം? നമ്മുടെ EPF എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടില് മെമ്പർ ആണെങ്കിൽ the person eligible to receive the provident fund accumulations will be paid an extra amount equal to the average balance in the PF account of the deceased during the preceding of 3 years if such average balance was not below 1000 at any time during the said period. അപ്പൊ നോക്കിയേ, നമ്മുടെ ഈ ഒരു എംപ്ലോയി അവിടെ വർക്കിൽ ഇരിക്കുന്ന ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മരിക്കുകയാണെങ്കിൽ കൂടാതെ അവിടെ എന്ത് വേണം? നമ്മുടെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിൽ മെമ്പർ ആയിരിക്കുകയും വേണം.
അപ്പൊ അവര് ആ ഒരു എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിൽ ഒരു അക്യുമുലേഷൻ ഉണ്ടാവുമല്ലോ. അവർ ഇതുവരെ വർക്ക് ചെയ്ത ആ ഒരു സിറ്റുവേഷനിൽ അവര് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ടാവുമല്ലോ, ഒരു ശേഖരം ഉണ്ടാവുമല്ലോ. ഉണ്ടാവോ? ഇല്ലേ? ഇപ്പൊ അവരൊരു 4 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ മാസം അവര് സാലറിന്ന് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ഒരു എമൗണ്ട് പോവാലോ. സാലറിയിലും പോവും, കൂടാതെ ആ ഒരു കമ്പനിന്ന് ആ ഒരു അത്രയും പൈസ തന്നെ ഒരു 1200 രൂപയാണ് ആ ഒരു എംപ്ലോയിന്റെ സാലറിന്ന് പോകുന്നതെങ്കിൽ അത്രയും രൂപ തന്നെ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇടും അല്ലേ? ഇടോ? ഇടും. അപ്പൊ ആ ഒരു 3 വർഷം അല്ലെങ്കിൽ ആ ഒരു 4 വർഷം അവര് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മാസം വെച്ച് 2400 രൂപ ആ ഒരു PF ഫണ്ടിൽ ഉണ്ടാവരാ. 4 വർഷത്തെ ആ ഒരു എമൗണ്ട് അവിടെ ഉണ്ടോ? ഉണ്ട് അല്ലേ? അപ്പൊ അതിന് എന്ത് കിട്ടുന്ന പെയ്ഡ് amount equal to the PF accumulation will be paid an extra amount equal to the average balance in the PF account of the deceased during the preceding 3 years if such as average balance was not below 1000 at any time during the said period അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു അക്യുമുലേഷൻ ഫണ്ട് അവരെന്ത് ചെയ്യും? ആ 3 വർഷത്തെ അവര് ആ ഒരു മരിക്കുന്നതിന് 3 വർഷം വരെയുള്ള കാലയളവിൽ എത്ര രൂപയാണ് അവര് ആ ഒരു PF ഫണ്ടിൽ ഉള്ളത് എന്ന് നോക്കിയിട്ട് അതിന്റെ ആവറേജ് 1000 രൂപയിൽ താഴെ, ബിലോ നോട്ട് ബിലോ 1000 അല്ലെ, 1000 രൂപയിൽ താഴെ അല്ലെങ്കിൽ അവർക്ക് എന്ത് കിട്ടുന്നത്? അതിന് വേണ്ട ഒരു എക്സ്ട്രാ എമൗണ്ട് ഈക്വൽ ടു അവരെ ആ ഒരു PF കൂടെ അവർക്ക് ഒരു എക്സ്ട്രാ എമൗണ്ട് കൂടി അവിടെ ആ ഒരു PF ഫണ്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് കൂടെ പറഞ്ഞ മനസ്സിലാവും. 10,000 ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ബെനിഫിറ്റ്സ് പേയബിൾ അണ്ടർ ദി സ്കീം. അവർക്ക് എത്ര രൂപയാണ്? 1000 രൂപയിൽ താഴെ അല്ലെങ്കിൽ അവർക്ക് മാക്സിമം എത്ര രൂപ വരെ ആ ഒരു പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് ലഭിക്കാമെന്ന്? 10,000 രൂപ വരെ അവർക്ക് ആ ഒരു ബെനിഫിറ്റ്സ് ആയിട്ട്, പേയബിൾ ബെനിഫിറ്റ്സ് ആയിട്ട് ഈ ഒരു സ്കീമിന്റെ കീഴിൽ നിന്ന് ലഭിക്കാം. ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസിൽ നിന്ന് ലഭിക്കാം. ഓക്കെ ആണോ? ഒന്നുകൂടെ മിസ് പറയാം. എന്താണ്? നമ്മുടെ ഒരു എംപ്ലോയീസ് ആ ഒരു ജോലിയിൽ ഇരിക്കുന്ന സിറ്റുവേഷനിൽ, ജോലിയിൽ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മുടെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിലെ മെമ്പറാണ്. ആ ഒരു സമയത്ത് അവർ മരിക്കുകയാണെങ്കിൽ അവര് ആ ഒരു മരിക്കുന്ന സമയത്തിൽ 3 വർഷം മുമ്പുള്ള ആ ഒരു ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് നോക്കുന്നുണ്ട്. അപ്പൊ 3 വർഷം എന്ന് പറയുമ്പോൾ എത്രയായി? 3 വർഷം എന്ന് പറയുമ്പോൾ അതിന്റെ നമ്മൾ ആവറേജ് എങ്ങനെയായിരിക്കും കാണുന്നത്? 12×36 അല്ലേ? ഒരു മാസം അവര് പേയ്മെന്റ് അടക്കുന്നതായിരിക്കും അല്ലേ? അല്ലേ? ആണോ? ആണ്. അപ്പൊ ആ ഒരു പേയ്മെന്റ് 1000 രൂപയിൽ താഴെ അല്ലെങ്കിൽ നോട്ട് ബിൽ എന്താണ് ബിലോ 1000 എന്ന് പറയുന്നുണ്ട് അല്ലെ? 1000 രൂപയിൽ താഴെ അല്ലെങ്കിൽ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആ ഒരു സമയത്ത് അവർക്ക് ഒരു എക്സ്ട്രാ എമൗണ്ട് ലഭിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് 1000 is the maximum amount of benefits payable under this scheme അല്ലെ? ഈ സ്കീമിന്റെ കീഴിൽ അവർക്ക് മാക്സിമം 10,000 രൂപ വരെ ലഭിക്കാം. ഇത് നോക്കിയേ, ഇത് 1976 വന്നതാണ് കേട്ടോ. ആ സമയത്തുള്ള കാൽക്കുലേഷൻ ആണ് ഈ പറയുന്നത്. ഇപ്പൊ 1000 രൂപയൊക്കെയാണോ ഒരു എംപ്ലോയിയുടെ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് പോകുന്നത്? സാലറിയിൽ നിന്ന് പോകുന്നത് അല്ല അല്ലേ? അല്ല. അപ്പൊ ആ 10,000 എന്നുള്ളിടത്തും വ്യത്യാസങ്ങൾ വരും. ആ ഒരു മിനിമം അല്ലെ, ആവറേജ് ബാലൻസ് എന്ന് പറയുന്നിടത്തും വ്യത്യാസങ്ങൾ വരും കേട്ടോ. 1976 കണക്കനുസരിച്ചാണ് കേട്ടോ പറയുന്നത്. ക്ലിയർ ആയോ അത്? ഓക്കെ ആണോ? ഒരു വർഷത്തില 3 വർഷത്തേക്കാണ് ഒരു ആവറേജ് നോക്കുന്നത് അല്ലേ? അപ്പൊ ഒരു വർഷത്തിൽ എത്ര മാസം ഉണ്ട്? 12. അപ്പൊ 3 വർഷത്തേക്ക് 36 ആയോ? ഓക്കെ ഓക്കെ
ക്ലിയർ ആയോ അപ്പൊ ഇത്? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് similar to this scheme is statutory provident fund scheme, which also provide pension and group insurance benefits in addition to provident fund to workers in Assam tea plantation. എന്താണ് നമ്മുടെ അസം ടീ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മുടെ ഈ ഒരു പ്രൊവിഡന്റ് ഫണ്ട് സ്കീം അനുസരിച്ച് അവർ എന്തുകൂടി അഡീഷണൽ ആയിട്ട് എന്തുകൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഗ്രൂപ്പ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ അറിയോ? ഗ്രൂപ്പ് ഇൻഷുറൻസ് ഈ ലൈഫ് ത്രെട്ടനിങ് സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യില്ലേ? അപ്പൊ ആ ഒരു സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവർക്കൊരു കൂട്ടമായിട്ട് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടീമാണ്, ഒരു ടീമായിട്ട്. അതായത് ഈ വലിയ വലിയ എക്യുപ്മെന്റുകളിൽ അല്ലെങ്കിൽ മെഷീനറീസിലൊക്കെ വർക്ക് ചെയ്യില്ലേ? വലിയ വലിയ പ്ലാന്റുകളിൽ വർക്ക് ചെയ്യുന്നവര്. അപ്പൊ അവർക്ക് എന്താണ് ലൈഫ് ത്രെട്ടനിങ് സെക്ഷനിലാണ് അല്ലെ അവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഒരു ഗ്രൂപ്പായിട്ട് ഇൻഷുറൻസ് ആ ഒരു സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എല്ലാവർക്കും കൂടി ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ എന്താണ് നമ്മുടെ അസം ടീ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മുടെ ഈ ഒരു പ്രൊവിഡന്റ് ഫണ്ട് സ്കീം അല്ലാതെ എന്തുകൂടി അവർക്ക് എക്സ്ട്രാ കൊടുക്കുന്നുണ്ടെന്ന് ഗ്രൂപ്പ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ് കൂടി അവർക്ക് നൽകുന്നുണ്ട്. പെൻഷനും കൂടാതെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സും നൽകുന്നുണ്ട്. ഓക്കെ ആണോ? പ്രൊവിഡന്റ് ഫണ്ട് കൂടാതെ നമ്മുടെ അസം ടീം പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മുടെ പ്രൊവിഡന്റ് ഫണ്ട് അല്ലാതെ അവർക്ക് എക്സ്ട്രാ അഡീഷൻ ആയിട്ട് എന്താണ് പെൻഷനും ഗ്രൂപ്പ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സുകളും നൽകുന്നുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് a unique feature of this scheme. പിന്നെ പറയുന്നത് നമ്മുടെ ഈ ഡെപ്പോസിറ്റ് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഒരു ഫീച്ചർ ആണ് കേട്ടോ, സവിശേഷതയാണ് പറയുന്നത്. ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസിന്റെ ഒരു സവിശേഷതയാണ് പറയുന്നത്. എന്താണ്? a unique feature of this scheme is the decentralized way in which it is administered at the ഗാർഡൻ ലെവൽ. എന്താണ്? ഗാർഡൻ ലെവലിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ മാനേജ് ചെയ്യാനുള്ള സവിശേഷത കൂടി ഈ ഒരു സ്കീമിന്റെ സവിശേഷതയാണ് അല്ലെ. ഗാർഡൻ ലെവലില് ടീ എസ്റ്റേറ്റ് ഒക്കെ ഇല്ലേ? ടീ പ്ലാന്റേഷൻ, ടീ എസ്റ്റേറ്റ്, ഗാർഡൻ ലെവലില് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ മാനേജ് ചെയ്യാനുള്ള ഒരു സവിശേഷത കൂടി നമ്മുടെ ഈ ഒരു സ്കീമിനുണ്ട്. എ പ്രൈമറി കമ്മിറ്റി വിത്ത് 2 representatives of employees and workers with the garden superintendent or manager as chairman is empowered to sanction and distribute loans and advances to the members and settlement their accounts. അതിനു വേണ്ടി അവരെന്ത് ചെയ്യുന്നുണ്ടെന്ന് പ്രൈമറി കമ്മിറ്റി, ഇതിന്റെ ഒരു പ്രൈമറി കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. ആ ഒരു പ്രൈമറി കമ്മിറ്റിയിൽ ആരെയാണ് അവർ ഉൾപ്പെടുത്തുന്നത്? 2 representatives, employees and workers with the garden superintendent or manager. അല്ലെ, അതെന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൽ നിന്നോ അല്ലെങ്കിൽ വർക്കേഴ്സിൽ നിന്നോ 2 പേരെ തിരഞ്ഞെടുത്ത് 2 representatives-നെ തിരഞ്ഞെടുത്ത് ഈ ഒരു പ്രൈമറി കമ്മിറ്റിയിൽ അവർ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അവരാരൊക്കെയായിരിക്കും? ഗാർഡൻ എന്തായിട്ടായിരിക്കും റെപ്രസെന്റേറ്റീവ്സ് തെരഞ്ഞെടുക്കുന്നത്? സൂപ്രണ്ടന്റോ അല്ലെങ്കിൽ മാനേജറോ ഒക്കെ ആയിട്ടായിരിക്കും തെരഞ്ഞെടുക്കുന്നത്. ഗാർഡൻ സൂപ്രണ്ടന്റോ അല്ലെങ്കിൽ ഗാർഡൻ മാനേജറോ അല്ലെങ്കിൽ ചെയർമാൻ ആയിട്ടൊക്കെ ആയിരിക്കും തെരഞ്ഞെടുക്കുന്നത്. പിന്നെ എന്ത് ചെയ്യണം? ബാക്കി എംപ്ലോയീസ് ഉണ്ട് അല്ലെ, 2 പേര് മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ബാക്കി അവിടെ വർക്ക് ചെയ്യുന്ന ഗാർഡൻ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളുകളില്ലേ?
ആ ബാക്കി എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള വേണ്ട എന്താണ് അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യുക, അവർക്ക് വേണ്ട ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യുക ഒക്കെ ചെയ്യുന്നത് ഈ കമ്മിറ്റി മെമ്പേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. ഓക്കെയാണോ? ഗാർഡൻ ലെവലിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ മാനേജ് ചെയ്യാനുള്ള ഒരു സവിശേഷത കൂടി ഈ ഒരു സ്കീമിനുണ്ട്. കൂടാതെ എന്താണ് ഈ ഒരു ഈച്ച് എസ്റ്റേറ്റ്, ടീ എസ്റ്റേറ്റ്, ഓരോ ടീ എസ്റ്റേറ്റിലും പറയുന്നുണ്ട്, ഈ അസം ടീ പ്ലാന്റേഷനിൽ മാത്രമല്ല ഓരോ ടീ എസ്റ്റേറ്റിലും വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. അതില് ആ ഒരു കമ്മിറ്റിയിൽ എന്താണ് 2 ആളുകളെ തിരഞ്ഞെടുക്കുന്നത്, 2 ആളുകളെ ഈ ഒരു വർക്കേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിൽ നിന്ന് തന്നെ ആയിരിക്കും തെരഞ്ഞെടുക്കുന്നത്. ആ ഒരു 2 റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും എന്തായിട്ട് ചെയർമാനായിട്ടോ അല്ലെങ്കിൽ ഗാർഡൻ സൂപ്രണ്ടന്റ് ആയിട്ട് വരുന്നത്. ഇവര് എന്താണ് ചെയ്യുന്നത്? ബാക്കി വരുന്ന എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യുക അല്ലെ, അവർക്ക് മാസം സാലറി ഒക്കെ കൊടുക്കണ്ടേ ബാക്കി വർക്കേഴ്സിന്. പിന്നെ എന്താണ് ലോൺസ് അല്ലെ, നമ്മുടെ എംപ്ലോയീസ് ലോൺസ് എന്താണ്, അവര് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ലോൺസുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോൺസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു കമ്മിറ്റി മെമ്പേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെയാണോ? ബാക്കി എംപ്ലോയീസിനെ 2 പേരെ മാത്രമല്ലേ തിരഞ്ഞെടുത്ത ചെയർമാനോ അല്ലെങ്കിൽ സൂപ്രണ്ടന്റ് ഒക്കെ ആക്കി തിരഞ്ഞെടുക്കുന്നത്, ഗാർഡൻ സൂപ്രണ്ടന്റ് ഒക്കെ ആക്കിയിരിക്കുന്നത്. ബാക്കി എംപ്ലോയീസ് ഉണ്ടോ? 100 പേരുണ്ടെങ്കിൽ അതിൽ 2 പേരെ മാത്രമാണ് നമ്മ ഈ ഒരു കമ്മിറ്റിയിൽ ഉൾക്കൊള്ളിക്കുന്നത് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാറില്ലേ അവിടുന്ന്? അപ്പൊ ഈ എംപ്ലോയീസിന്റെ ആവശ്യങ്ങള്, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ആരോടായിരിക്കും പറയുന്നത്? ഈ റെപ്രസെന്റേറ്റീവ്സിന് ആരോടായിരിക്കും അല്ലെ പറയുന്നത് അല്ലെ? ഈ റെപ്രസെന്റേറ്റീവ്സിനോട് പറഞ്ഞിട്ടായിരിക്കും അവർ ആ മാനേജ്മെന്റിൽ അവതരിപ്പിക്കുന്നത് അല്ലെ, അവർ ആ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നത് അവരല്ലേ? സിനിമയിലൊക്കെ കാണാറില്ലേ അല്ലേ? അപ്പൊ എന്താണ്, അപ്പൊ എന്താ ഈ ഒരു വർക്കേഴ്സിൽ നിന്ന് 2 പേര് എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്കി വർക്കേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ് അല്ലെ, പ്രതിനിധികളായിട്ടാണ് ഈ 2 പേരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ബാക്കി എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യുന്നതും തീരുമാനിക്കുന്നതും ഇവരായിരിക്കും അല്ലെ, ഈ റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നിങ്ങൾ മൂവീസിലൊക്കെ കാണാറില്ലേ, നമ്മളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന റെപ്രസെന്റേറ്റീവ്സിനോടായിരിക്കും. ഇപ്പൊ നമ്മ സ്കൂളില് ആരെയാണ് ലീഡർ ഉണ്ട്, സ്കൂൾ ലീഡർ ഉണ്ട് ഇല്ലേ? സ്കൂൾ ലീഡർ ഉണ്ട്. അതുകൂടാണ്ട് ക്ലാസ് ലീഡേഴ്സ് ഉണ്ട് അല്ലെ, ക്ലാസ് ലീഡേഴ്സും ഉണ്ട്. അപ്പൊ ഓരോ ക്ലാസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മ ആരോട് പറയും? ക്ലാസ് ലീഡേഴ്സിനോട് പറയും അല്ലെ? ക്ലാസ് ലീഡർ നമ്മൾ സ്കൂൾ ലീഡറിനോട് പറയും. സ്കൂൾ ലീഡർ അല്ലേ എന്നിട്ട് നേരിട്ട് ചെന്ന് സ്കൂളില് പ്രിൻസിപ്പലിനോടൊക്കെ പറയുന്നത്, HM-നോട് പ്രിൻസിപ്പലിനോട് പറയുന്നത് അല്ലേ? നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ആരോടാ പറയുന്നത്? നമ്മുടെ റെപ്രസെന്റേറ്റീവ്സിനോടായിരിക്കും അല്ലെ പറയുന്നത് അല്ലെ? നമ്മുടെ റെപ്രസെന്റേറ്റീവ്സിനോടായിരിക്കും നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത്. അതേപോലെ എന്താണ്, ഈ ഗാർഡൻ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഓരോ ടീ എസ്റ്റേറ്റിലും എന്താണ് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. ആ ഒരു കമ്മിറ്റിയിൽ 2 അംഗങ്ങളെ ആരിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ ഈ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളിൽ നിന്നായിരിക്കും 2 പേരെ തിരഞ്ഞെടുക്കുന്നത്. ആ ഒരു 2 പേര് നമ്മുടെ എന്താണ് ആ ഒരു കമ്മിറ്റിയുടെ ചെയർമാനോ അല്ലെങ്കിൽ എന്താണ് ഗാർഡൻ സൂപ്രണ്ടന്റോ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ മറ്റ് ബാക്കി എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യുക, അവരുടെ ആവശ്യങ്ങള് നീഡ്സുകള് നമ്മുടെ മാനേജ്മെന്റിനെ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആയോ? എല്ലാ ബെനിഫിറ്റ്സും കൂടെ പഠിക്കുമ്പോ തലക്ക് എന്തെങ്കിലും ഇതുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? നമുക്ക് കുറെ പഠിച്ചു കഴിയുമ്പോ ഒരു ഇത് വരും അല്ലെ, ബോറിങ് വരും അല്ലെ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, മിസ് അടുത്തത് എടുക്കാമല്ലോ.
കുഴപ്പമില്ലല്ലോ, ഗ്രീഷ് എടുക്കുന്നുള്ളൂ മിസ്. കുറച്ച് ടഫായ കാരണം മിസ് കുറച്ച് ഈശ് എടുക്കുന്നുള്ളൂ കേട്ടോ. അതൊക്കെ പറഞ്ഞു പോകുന്നുള്ളൂ. നെക്സ്റ്റ് ഗ്രാറ്റുവിറ്റി അല്ലെ. ഗ്രാറ്റുവിറ്റി നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അല്ലേ? കേട്ടിട്ടുണ്ടോ ഗ്രാറ്റുവിറ്റി? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഗ്രാറ്റുവിറ്റി കേട്ടിട്ടുണ്ടോ? എപ്പോഴാ കിട്ടുന്നത് ഗ്രാറ്റുവിറ്റി? എപ്പോഴാ കിട്ടുന്നത്? റിവാർഡ് ഫോർ ലോങ് സർവീസ്. ഓക്കെ, എപ്പോഴാ കിട്ടുന്നത് ഗ്രാറ്റുവിറ്റി? നമ്മൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടോ? ഇല്ല അല്ലെ. നമ്മ അവിടെ നിന്ന് സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അല്ലെ തിരിച്ചു പോകുന്നത് റിട്ടയർഡ് ചെയ്യുന്ന സമയത്താണ് അല്ലെ. നമ്മൾ അത് വേണ്ടാന്ന് വെക്കുന്ന സമയത്താണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലി എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ അവിടെ തുടരാൻ പറ്റോ? ആ ഒരു വർക്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗ്രാറ്റുവിറ്റി കിട്ടുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി ഇസ് എ റിവാർഡ് ടു എൻ എംപ്ലോയി ഫോർ ലോങ് സർവീസ് വിത്ത് ഹിസ് പ്രസന്റ് എംപ്ലോയീസ് അല്ലെ. എംപ്ലോയർ എന്താണ്? ആ ഒരു തൊഴിലുടമയിൽ അല്ലെ, ഇപ്പൊ അവർ പ്രസന്റ് വർക്ക് ചെയ്യുന്ന ആ ഒരു എംപ്ലോയറിൽ നിന്ന് അവർ ആ ലോങ് സർവീസിന് അവർക്ക് കിട്ടുന്ന ഒരു റിവാർഡ് ആണ് ഗ്രാറ്റുവിറ്റി. എന്താണ്? ആ ഒരു പ്രസന്റ് ഇപ്പൊ അവര് എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, ഏത് തൊഴിലുടമയുടെ അടുത്താണ് വർക്ക് ചെയ്യുന്നത്, ആ ഒരു തൊഴിലുടമയിൽ നിന്നും അവിടുത്തെ ആ ഒരു ദീർഘകാല സേവനത്തിന് ശേഷം ആ ഒരു എംപ്ലോയീസിന് കൊടുക്കുന്ന, ആ ഒരു എംപ്ലോയർ കൊടുക്കുന്ന റിവാർഡാണ് ഗ്രാറ്റുവിറ്റി. പിന്നെ പറയുന്നത് നോക്കിയേ, ദിസ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഈസ് ഗിവൺ ടു എൻ എംപ്ലോയി ഐദർ ഓൺ റിട്ടയർമെന്റ് ഓർ അറ്റ് ദ ടൈം ഓഫ് ഫിസിക്കൽ ഡിസബിലിറ്റി ഓർ ടു ദി ഡിപെൻഡന്റ് ഓഫ് ദ ഡിസീസ്ഡ് എംപ്ലോയീസ് അല്ലെ. എന്താണ് ഈ നമ്മുടെ ഈ ഒരു ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്? റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആണ് അല്ലെ. അത് പല രീതിയിൽ നമുക്ക് കിട്ടും. ഏതൊക്കെ രീതിയില? ഐദർ ഓൺ റിട്ടയർമെന്റ്, എന്താണ്? ചിലപ്പോ അവിടുത്തെ ആ ഒരു സർവീസ് ആ ഒരു ടൈം പീരീഡ് പൂർത്തിയാക്കിയതിനു ശേഷം അവർ വിരമിക്കുമല്ലോ, റിട്ടയർഡ് ചെയ്യുമല്ലോ, ആ ഒരു സമയത്ത് അവർക്ക് കിട്ടാം. അതല്ലെങ്കിൽ എന്താണ്? അറ്റ് ദ ടൈം ഓഫ് ഫിസിക്കൽ ഡിസബിലിറ്റീസ് അല്ലെ. അവർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കാം, അല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഫിസിക്കൽ ഡിസബിലിറ്റീസ് സംഭവിക്കുന്ന, ശാരീരിക വൈകല്യങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു എംപ്ലോയീസ് മരണപ്പെടുന്ന സിറ്റുവേഷനിലൊക്കെയാണ് എന്ത് ലഭിക്കുന്നത്? മരിച്ച ജീവനക്കാരന്റെ ആശ്രിതർക്ക് കിട്ടും അല്ലേ. ഓർ ടു ദി ഡിപെൻഡൻസ് ഓഫ് ദി ഡിസീസ്ഡ് എംപ്ലോയി, ആ ഒരു മരിച്ച ജീവനക്കാരന്റെ ആശ്രിതർക്കോ ആണ് നമ്മുടെ ഈ ഒരു ഗ്രാറ്റുവിറ്റി എന്നുള്ള റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ലഭിക്കുന്നത്. ഓക്കെ ആണോ? ഒരു നീണ്ട കാലത്തെ സേവനത്തിന് ശേഷം ഒരു എംപ്ലോയീസിന് അവരുടെ നിലവിലുള്ള ഒരു തൊഴിലുടമ നൽകുന്ന ഒരു റിവാർഡാണ് ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി എന്നുള്ള റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് അവർക്ക് ആ ഒരു തൊഴിലാളിക്ക് ആ ഒരു തൊഴിലിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ലഭിക്കാം. അതല്ലെങ്കിൽ എന്താണ്? അവർക്ക് എന്തെങ്കിലും ശാരീരിക വൈകല്യങ്ങൾ നേരിടുന്ന, ഫിസിക്കൽ ഡിസബിലിറ്റി സംഭവിക്കുന്ന സമയത്ത് കിട്ടാം. അതല്ലെങ്കിൽ അവർക്ക് മരണം ആ ഒരു എംപ്ലോയീസ് മരണപ്പെട്ട സമയം ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ ആശ്രിതർക്ക് ആ ഒരു ഗ്രാറ്റുവിറ്റി എന്നുള്ള ബെനിഫിറ്റ്സ് ലഭിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, it is payable to an employee on his superannuation or on his retirement or on his death or disablement due to accident or disease അല്ലെ. എന്താണ്? അവര് വിരമിക്കുന്ന ആ സമയത്ത്, റിട്ടയർമെന്റ് സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു കാലയളവ് അവര് പൂർത്തിയാക്കിയതിന് ശേഷമോ, അല്ലെങ്കിൽ എന്താണ് അവർക്ക് മരണം സംഭവിക്കുമ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി വൈകല്യങ്ങൾ നേരിടുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ഗ്രാറ്റുവിറ്റി നൽകുന്നത്.
നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മരിച്ചവർക്കുടെ ആശ്രിതർക്ക് അല്ലെങ്കിൽ റിട്ടയർമെന്റിന് ശേഷം അല്ലെങ്കിൽ ശാരീരിക വൈകല്യങ്ങൾ നേരിടുന്ന സമയത്ത് അതൊന്നുകൂടി എടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. എന്താണ് സൂപ്പർ അന്വേഷൻ അല്ലെ? ആ ഒരു ടൈം പീരീഡ് ഓരോ എംപ്ലോയീസിനും ഇത്ര കാലയളവ് ഉണ്ടാവുമല്ലോ. ഓരോ ഓർഗനൈസേഷനിൽ 60 വയസ്സ് വരെയും അല്ലെങ്കിൽ 56 വയസ്സ് വരെയും അല്ലേ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കാലയളവ് പൂർത്തിയാക്കിയതിനു ശേഷം ആ ഒരു വിരമിക്കൽ സമയത്തോ അല്ലെങ്കിൽ റിട്ടയർമെന്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് മരണം സംഭവിക്കുമ്പോൾ ആശ്രിതർക്കോ അല്ലെങ്കിൽ അവർക്ക് ആക്സിഡന്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും വൈകല്യങ്ങൾ നേരിടുന്ന സമയത്തൊക്കെയാണ് ഈ ഒരു ബെനഫിറ്റ്സ് അവർക്ക് നൽകുന്നത്. ഓക്കെ ആണോ? അത്രയും വരെ കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, ഗ്രാറ്റുവിറ്റി ഈസ് പേയബിൾ ടു ഓൾ എംപ്ലോയീസ് who have rendered a minimum continuous service of 5 years with the present employer. ഗ്രാറ്റുവിറ്റി എല്ലാവർക്കും എന്നല്ല പറയുന്നത് അല്ലെ. ആ ഒരു സർവീസില് അവർ എത്ര വർഷം വരെ ജോലി ചെയ്തിട്ടുണ്ടായിരിക്കണം ആ ഒരു എംപ്ലോയറിന്റെ അടുത്ത്? 5 വർഷം വരെ അവര് ജോലി ചെയ്താൽ മാത്രമാണ്, കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ, തുടർച്ചയായിട്ട് അവര് 5 വർഷം ജോലി ചെയ്താൽ മാത്രമാണ് ആ ഒരു ഗ്രാറ്റുവിറ്റി ലഭിക്കാൻ അവർക്ക് അർഹതയുള്ളൂ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പഠിച്ചു അല്ലെ. എന്താണ് പഠിച്ചത്? ലേ ഓഫ് കോമ്പൻസേഷനും റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ അല്ലെ. അത് എത്ര വർഷം എന്ന് പറഞ്ഞേ സർ? കിട്ടാൻ ആ ബെനിഫിറ്റ്സ് കിട്ടാൻ എത്ര വർഷം അവര് തുടർന്നിട്ടുണ്ടായിരിക്കണം? മറന്നുപോയോ? റിട്രെഞ്ച്മെന്റ്, ലേ ഓഫ് 1 വർഷം. മറക്കല്ലേ? ഓർമ്മിക്കോ? 1 വർഷം അല്ലേ. ഇവിടെ ഗ്രാറ്റുവിറ്റി 45 ഡേയ്സിന്റെ കിട്ടുന്ന പറഞ്ഞേ, സാലറി കിട്ടുന്ന പറഞ്ഞേ കേട്ടോ. 1 വർഷം പൂർത്തിയാക്കിയാലാണ് 45 ഡേയ്സിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത് അല്ലെ. ഇവിടെ എത്രയാണ് പറയുന്നത്? 5 വർഷം അല്ലെ. 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു എംപ്ലോയറിന്റെ അടുത്ത് വർക്ക് ചെയ്താൽ മാത്രമാണ് ആ ഒരു എംപ്ലോയീസിന് നമ്മുടെ ഗ്രാറ്റുവിറ്റി ലഭിക്കാൻ അർഹതയുള്ളൂ. ഓക്കെ ആണോ? സ്മിത മിസ് പറഞ്ഞത് അവിടെ എങ്ങനെയാണ്? 1 വർഷത്തിന്റെ 45 ദിവസത്തെ സാലറി ലഭിക്കുന്നല്ലേ. നഷ്ടപരിഹാരം സാധാരണയായവർക്ക് ലഭിക്കാം എന്നല്ലേ പറഞ്ഞത്? 1 വർഷം കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് വർക്ക് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ ആ ഒരു ലേ ഓഫ് കോമ്പൻസേഷനും ആ ഒരു റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷനും അർഹതയുള്ളൂ. ക്ലിയർ ആയോ? 45 ദിവസം വരെയൊക്കെ അവർക്ക് പേയ്മെന്റ് ലഭിക്കാം. നെക്സ്റ്റ് പിന്നെ വേറൊരു കാര്യം കൂടി, നമുക്ക് ഇതിൽ കുറെ ഇതുകൾ പറയുന്നുണ്ട് കേട്ടോ, പേയ്മെന്റുകൾ പറയുന്നുണ്ട് നെക്സ്റ്റ് സെക്ഷനിലൊക്കെ. അപ്പൊ നിങ്ങൾ ആ ഒരു ഇയർ വെച്ചിട്ട് നോക്കാം കേട്ടോ. ഇപ്പൊ 1600 45 ഡേയ്സ് ഇൻ എ ഇയർ കേട്ടോ. അപ്പൊ എന്താണ് 1600 പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം അത്രയും കിട്ടിയാൽ മതിയോ അല്ലെ. പിന്നെ പറയുന്നുണ്ട് എന്താണ് നമ്മുടെ ഇവിടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് 4000 രൂപ വരെ ലഭിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാലോ, റിട്ടയർമെന്റിന്റെ സമയത്ത് നമുക്ക് 4000 രൂപ കിട്ടുള്ളൂ അല്ലേ. അപ്പൊ 4000 രൂപ എന്ന് പറഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ നടക്കോ? ഒരു ചെറിയൊരു എമൗണ്ട് ആണ് അല്ലെ, ചെറിയൊരു എമൗണ്ട് ആണ്. പക്ഷെ ആ ഡേറ്റ് നോക്കണം കേട്ടോ. ഡേറ്റ് നോക്കണേ, നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരാം, ഡൗട്ട് വരാം കേട്ടോ. അതുകൊണ്ടാണ് മിസ് ആദ്യം തന്നെ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, അന്നത്തെ ആണ് കേട്ടോ. അന്നത്തെ ഒരു കാൽക്കുലേഷൻ വെച്ചാണ് കേട്ടോ നിങ്ങളുടെ ഈ PDF ഈ പ്രിന്റില് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഗ്രാറ്റുവിറ്റി ഈസ് പേയബിൾ ടു ഓൾ. അതാണല്ലേ മിസ് ഇപ്പൊ പറയാം. നെക്സ്റ്റ്, ഇറ്റ് ഈസ് പേയബിൾ ടു എൻ എംപ്ലോയി ഓൺ ഹിസ് സൂപ്പർ annuation or on his retirement or on his death or disablement due to
ഇല്ല, ഇതിലുള്ളത് തന്നെ ചോദിക്കുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ ഇതൊന്നും ചോദിക്കാൻ വരുന്നില്ല കേട്ടോ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് നേരത്തെ പറഞ്ഞത് തന്നെ കേട്ടോ. ഇത്ര പെർസെന്റേജ് വെച്ചിട്ട് നമ്മുടെ സാലറിയുടെ പെർസെന്റേജ് വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ നമ്മുടെ ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് നോക്കിയേ, ഇറ്റ് ഈസ് പേയബിൾ ടു എൻ എംപ്ലോയി ഓൺ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ആ ഒരു വിരമിക്കലിന്റെ സമയത്തോ അല്ലെങ്കിൽ അവർ ആ റിട്ടയർമെന്റിന്റെ ശേഷമോ അല്ലെങ്കിൽ അവർക്ക് മരണം സംഭവിച്ചതിന് ശേഷം അവരുടെ ആശ്രിതർക്കോ അല്ലെങ്കിൽ അവർക്ക് ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ട് അവർക്ക് എന്തെങ്കിലും വൈകല്യങ്ങളോ സംഭവിക്കുന്ന സമയത്താണ് ഈ ഒരു എന്ത് കിട്ടുന്നത്, ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നത്. ഗ്രാറ്റുവിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n into b into 15 divided by 26. n into b into 15 divided by 26. n എന്ന് പറയുന്നത് നമ്മൾ അവിടെ എത്ര വർഷം ജോലി ചെയ്തിട്ടുണ്ട്. ഒരു 7 വർഷം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ 7 into b എന്ന് പറയുന്നത് അവരെ ബേസിക് പേ ഇല്ലേ, സാലറി ഇല്ലേ, അതേ പ്ലസ് അവർക്ക് ഡി എ കിട്ടില്ലേ, ഡിയർനെസ് അലവൻസ് ഇല്ലേ, നമുക്ക് ഡിയർനെസ് അലവൻസ് മിസ് എടുത്തപ്പോ പറഞ്ഞു അല്ലെ, അവർക്ക് സാലറിയുടെ ഇത്ര പെർസെന്റേജ് ഡിയർനെസ് അലവൻസ് കിട്ടുന്നുണ്ട് അല്ലെ, ഓർമ്മയില്ലേ? ഡി എ ക്ഷേമബദ്ധ എന്നൊക്കെ പറയും, കേട്ടിട്ടില്ലേ? അപ്പൊ ബി കാണുന്നത് അവരുടെ ബേസിക് പേ പ്ലസ് ഡി എ into 15 divided by 26. 26 എന്ന് പറയുന്നത് ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ആവറേജ് വർക്കിംഗ് ഡേയ്സ് എത്രയാ വരുന്നത്, 26 ആണ് അല്ലെ. ഫോർ സൺഡേ ഒക്കെ പോയിട്ട് 26 ദിവസമല്ലേ വരുന്നത് ആവറേജ് അല്ലേ? ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് 26 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഗ്രാറ്റുവിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് n into b into 15 divided by 26. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു റിട്ടയർമെന്റിന്റെ സമയത്തോ അല്ലെങ്കിൽ എന്താണ് അവർക്ക് മരണം സംഭവിക്കുന്ന സമയത്തോ 15 അവർക്ക് ആ ഒരു റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് നൽകുന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ്, എക്സാമിന് വരില്ല കേട്ടോ. ഗ്രാറ്റുവിറ്റിയുടെ ഇക്വേഷൻ ഒന്നും വരില്ല, മിസ് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. നെക്സ്റ്റ് നോക്കി, ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഗ്രാറ്റുവിറ്റി ആക്ട് നിലവിൽ വന്നത് 1972 അല്ലെ. ആ ഒരു ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം ഈസ് applicable to the establishment in the whole nation, provides for a scheme of compulsory payment of gratuity by the management of railways, factories, oil field mines, plantation shops and other establishment employee 10 or more persons to their employees drawing monthly wages not exceeding 1600 per month അല്ലെ. എന്താണ് നമ്മുടെ ഈ ഒരു പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം എന്താണ് നമ്മുടെ രാജ്യത്തുടനീളമുള്ള ഹോൾ നേഷൻ ആണ് അല്ലെ. ലാസ്റ്റ് സാലറി അനുസരിച്ചാണ് ഹോൾ നേഷൻ നമ്മൾക്ക് രാജ്യത്തുടനീളമുള്ള സ്ഥാപനങ്ങൾക്ക് ഈ ഒരു പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ബാധകമാണ്. അതിൽ പറയുന്നത് നോക്കി, 1600 കൂടുതൽ പെർ മന്ത് അല്ലെ, ഒരു മാസം നമുക്ക് 1600 കൂടുതൽ സാലറി ലഭിക്കുന്നില്ല എങ്കിൽ എന്താണ്, പിന്നെ കൂടാതെ വേറൊരു കൂടി പറയുന്നുണ്ട്, എംപ്ലോയിങ് 10 or more പേഴ്സൺ അല്ലെ, 10 എംപ്ലോയീസിൽ കൂടുതലുള്ള ഏതൊരു ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഏതൊരു കമ്പനീസും എന്ത് കൊടുക്കണമെന്ന് നമ്മുടെ പേയ്മെന്റ് ഓഫ് നമ്മുടെ ഗ്രാറ്റുവിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ഈ ഒരു പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടില് പറയുന്നത്. ഏതൊക്കെ നോക്കിയേ, provides for a scheme of compulsory payment of gratuity. The management, railway, factories, oil fields, mines, plantation, shops, other establishment വർക്ക് ചെയ്യുന്ന 10 സ്റ്റാഫുകളിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഓർഗനൈസേഷനിലും എന്ത് കൊടുക്കണമെന്ന് നമ്മുടെ ഗ്രാറ്റുവിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ഈ ഒരു ആക്ട് പ്രകാരം പറയുന്നത്. ഓക്കെയാണോ?
വേറൊരു കാര്യം കൂടിയും പറയുന്നുണ്ട്. സാലറി എത്രയിൽ കൂടാൻ പാടില്ല എന്ന്? 1600 കൂടാൻ ഒന്നുകൂടെ പറയണം. നമ്മുടെ 1972 വന്നതാണ് അല്ലെ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ആ ഒരു ആക്ട് ഒരു സ്ഥലത്ത് മാത്രമാണ് പറയുന്നത് അല്ല. എന്താണ്? നമ്മുടെ രാജ്യത്തുടനീളമുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ ഒരു ആക്ട് ബാധകമാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തില് 10 എംപ്ലോയീസിൽ കൂടുതൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും, അതെന്താണ്? റെയിൽവേ ആയിക്കോട്ടെ, ഫാക്ടറി ആയിക്കോട്ടെ, ഓയിൽ ഫീൽഡ്സ് ആയിക്കോട്ടെ, മൈൻസ് ആയിക്കോട്ടെ, ഖനനവുമായി ബന്ധപ്പെട്ട മേഖല ആയിക്കോട്ടെ, പ്ലാന്റേഷൻ ആയിക്കോട്ടെ, സ്റ്റോക്സ് ആയിക്കോട്ടെ, ഏതൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയാലും അവിടെ 10 എംപ്ലോയീസിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എല്ലാ എംപ്ലോയീസിനും എന്ത് കൊടുക്കണം? ഗ്രാറ്റുവിറ്റി പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അവിടുത്തെ വേജസിന്റെ ആ ഒരു ലിമിറ്റ് ഉണ്ട്. 1600 കൂടുതൽ സാലറി ആവാൻ പാടില്ല. ഓക്കെ ആണോ? ആയിരത്തി 1972 നിലവിൽ വന്നപ്പോഴാണ് കേട്ടോ സാലറി 1600 എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് നോക്കിയേ. The Act stipulates that the gratuity payable to an employee shall be at the rate of 15 days wages for every completed year of services or part therefore in excess 6 months. അല്ലേ? എന്താണ്? ഒരു ജീവനക്കാരന് നൽകേണ്ട ഗ്രാറ്റുവിറ്റി 6 മാസത്തിൽ കൂടുതൽ അതായത് നമ്മുടെ ഒരു എംപ്ലോയീസിന്റെ എന്താണ് ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നതാണ് കേട്ടോ. ആക്ട് സ്റ്റിപ്പുലേറ്റ്സ് the gratuity payable to an employee shall be at the rate of 15 days wages of every completed year of services or part therefore in excess 6 months. അല്ലെ? അവരൊരു 6 മാസത്തിൽ കൂടുതൽ എന്താണ് അവര് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എത്ര ദിവസത്തെയാണ് കൊടുക്കണം എന്ന് പറയുന്നത്? ഗ്രാറ്റുവിറ്റി 15 ദിവസത്തെ കൊടുക്കണം എന്നാണ് ഈ ഒരു ആക്ട് പ്രകാരം പറയുന്നത്. ഓക്കെയാണോ? അവര് 6 മാസത്തിൽ കൂടുതൽ, ഇപ്പൊ നമുക്ക് വരാറുണ്ട് അല്ലെ 6 വർഷം 6 മാസം എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട് അല്ലെ. അപ്പൊ ശരിക്കും നമുക്ക് ഗ്രാറ്റുവിറ്റി എത്രയാണ്? 5 വർഷം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ്, കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് ഗ്രാറ്റുവിറ്റി ആ ഒരു എംപ്ലോയറിന് കൊടുക്കുക. പിന്നെ എന്താണ് ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് 6 മാസത്തിൽ കൂടുതൽ, ഒരു വർഷം ആവുമ്പോ എത്രയാണ്? 15 ദിവസം വരെയുള്ള സാലറി അല്ലെ ആണ് അവർക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് നൽകുന്നത്. ഓക്കെ അല്ലേ? ശരാശരി ഏകദേശം ആവറേജ്. നെക്സ്റ്റ് പറയുന്നത് hence wages means the average of the basic pay last drawn by the employee. അല്ലെ? എന്താണ് വേജസ് എന്ന് പറയുന്നത്? നമ്മുടെ ഇതിൽ പറഞ്ഞു അല്ലെ വേജസ്. അപ്പൊ ആ ഒരു വേജസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? the average of the basic pay last drawn by the employee. അല്ലെ? ആ ഒരു എംപ്ലോയീസിന് ലാസ്റ്റ് ലഭിച്ച ആ ഒരു ബേസിക് പേയുടെ ആവറേജ് ആണ് അതിൽ വേജസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് ലാസ്റ്റ് എത്ര രൂപയാണോ അവർക്ക് സാലറി ലഭിച്ചത്, ബേസിക് പേ ആയിട്ട് ലഭിച്ചത്, അതിന്റെ ആവറേജ് ആണ് വേജസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ മാക്സിമം എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി payable to an employee shall not exceed 20 month wages. അല്ലെ? എങ്ങനെയാണ് ഗ്രാറ്റുവിറ്റി അവർക്ക് 20 മന്തിൽ കൂടുതൽ, 20 മന്തിന്റെ വേജസ് കൂടുതൽ കൊടുക്കുന്നില്ല. മാക്സിമം അവർക്ക് എത്ര വരെയുള്ളത് കിട്ടാണ്? 20 മാസത്തെ വേജസ് ആണ് അവർക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് ലഭിക്കുന്നത്. ഒരു ജീവനക്കാരന് പരമാവധി മാക്സിമം ഗ്രാറ്റുവിറ്റി ആയിട്ട് ലഭിക്കുന്നത് 20 മാസത്തെ വേതനമായിരിക്കും. ാണോ? ഒന്ന് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ.
ഒരു ജീവനക്കാരന് നൽകേണ്ട ഗ്രാറ്റുവിറ്റി 6 മാസത്തിൽ കൂടുതലുള്ള ഓരോ പൂർത്തിയാക്കിയ വർഷത്തിലും അല്ലെ, ഒരു മാസത്തിലല്ല 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതൽ. എവറി കംപ്ലീറ്റഡ് ഇയർ ആണ്, ഓരോ കംപ്ലീറ്റ് ചെയ്യുന്ന വർഷമാണ് കേട്ടോ. 15 ദിവസത്തെ വേജസ് ലഭിക്കുന്നു. അതായത് ഓരോ കമ്പനി അനുസരിച്ചായിരിക്കും കേട്ടോ 6 മാസത്തെയാണോ അല്ലെങ്കിൽ ഒരു വർഷത്തെയാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നോക്കിയേ, ഒരു ജീവനക്കാരന് നൽകേണ്ട ഗ്രാറ്റുവിറ്റി 6 മാസത്തിൽ കൂടുതൽ പൂർത്തിയാക്കിയ എന്താണ് ഓരോ സേവന വർഷത്തിനും അല്ലെങ്കിൽ അതിന്റെ ഭാഗത്തിനും 15 ദിവസമാണ് കേട്ടോ. 15 ദിവസത്തെ വേജസ് അവർക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് ആ ഒരു എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? കുറെ ഇയറും കുറെ മാസവും അല്ലെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അല്ലെ. ഒന്നുകൂടെ വായിച്ചു നോക്കാം കേട്ടോ. ഇത് മിസ് ഇത്രേ എടുക്കുന്നുള്ളൂ. അപ്പൊ ഇന്ന് എന്തായാലും ഇത് ചെന്നിട്ട് ഇത് വായിച്ചു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് മെഡിക്കൽ ബെനിഫിറ്റ്സ് ആണ്. ESI ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ, ESI ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. കൺഫ്യൂഷൻ ആവുന്ന ഡൗട്ട് ഉണ്ട് അല്ലെ. ഗ്രാറ്റുവിറ്റി നോക്കാം. പിന്നെ ഏതിലാണ് നമുക്ക് പറയുന്നത്? അത് നിങ്ങൾ ചെറിയ ലെക്ചർ നോട്ടൊക്കെ പോലെ എഴുതാറില്ലേ, ഇങ്ങനെ ഫ്ലോ ചാർട്ടൊക്കെ പോലെ വരച്ചിട്ട് എഴുതാറുണ്ടോ? അങ്ങനെയൊക്കെ ഗ്രാറ്റുവിറ്റിന്ന് എഴുതാ, അതിന്റെ പെർസെന്റേജ് എഴുതാ, അത് എത്ര വർഷം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എഴുതുന്നത്, അങ്ങനെയൊക്കെ എഴുതാറുണ്ടോ ലെക്ചർ നോട്ട് പോലെ? ഏ അങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കുമ്പോ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി കൺഫ്യൂഷൻ ഇല്ലാണ്ട് ആ ഒരു ചെറിയ ഒരു ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഫ്ലോ ചാർട്ട് പോലെ ചെറുതൊക്കെ വരച്ചിട്ട് പഠിക്കാം. അപ്പൊ കൺഫ്യൂഷൻസ് നമുക്ക് ഒഴിവാക്കാം കേട്ടോ. എഴുതിയാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും വായിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.